സാന്ത പറയുന്നത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. എൻ്റെ പേര് പറഞ്ഞതുപോലെ മെൽവിൻ ഡിസൂസ. I'm from North Pole. ആദ്യം കുറെ ക്വസ്റ്റ്യൻസ് എന്നോട് പറഞ്ഞായിരുന്നു സാന്ത ചോദിക്കാൻ പോവാണെന്ന്. അത് ഞാൻ സാന്തയോട് ചോദിക്കാൻ പോവാ. സാന്ത ചോദിക്കുന്നത് ആക്ച്വലി ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കപ്പോൾ ഈ പള്ളിയിൽ നിന്നൊരു റെപ്രസെന്റേറ്റീവിനെ വേണം. ആരെങ്കിലും മുന്നോട്ട് വന്നാൽ വളരെ നല്ലതായിരിക്കും. ഇയാളിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് പറയുന്നത്. എൻ്റെ പേര് എല്ലാവർക്കും അറിയാം, എവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് സിബു എന്നാണ്. അപ്പോൾ സാന്റയുടെ കൂടെ വന്ന വിൽഫ്രഡ് ഡിസൂസയുടെ ഒരു ഇൻവിറ്റേഷൻ അനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ ചോദിച്ച ചോദ്യം, ഇപ്പൊ ഇന്ന് നമ്മുടെ പള്ളിയിൽ ഒരു വിശിഷ്ട അതിഥി വന്നായിരുന്നു, നല്ലൊരു മെസ്സേജ് വന്നായിരുന്നു. പാസ്റ്റർ മക്കൻസിയെ കുറിച്ചാണ്. അപ്പം അത് സിബു പറയുന്നതായിരിക്കും. ആക്ച്വലി സാന്ത ഇവിടെ നേരത്തെ വരാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷേ സാന്ത സ്വല്പം ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പാസ്റ്ററെ മെക്കൻസിയെ ഇൻവൈറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ പെട്ടെന്ന് മെക്കൻസി ഇൻവൈറ്റ് ചെയ്തതാണ്. സോറി സാന്ത, നെക്സ്റ്റ് ഇയർ ഞങ്ങൾ നേരത്തെ ഇൻവൈറ്റ് ചെയ്ത് സാന്ത ഇവിടെ വിളിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം. നമ്മുടെ വികാരിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. വികാരിയെ കുറിച്ച് സിബുവിന് പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിട്ടൊന്ന് പറയുക. കഴിഞ്ഞ വർഷം കണ്ടതായിരുന്നു പാസ്റ്റർ സാന്ത. അപ്പൊ ആ സാന്തയ്ക്ക് നല്ലതായിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ വർഷം സാന്ത വികാരിയെ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോവുകയായിരുന്നു. ഇവിടെ പള്ളിയിൽ കുറെ ആൾക്കാരെ കൂട്ടണം, പിന്നെ ഇവിടെ ആടുകളെയൊക്കെ ശരിക്കും മേയിക്കണം. അത് സാന്തയുടെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല പ്രൗഢിയോടുകൂടി പറയാൻ പറ്റും. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളുടെ വികാരം ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ നടത്തി. അതിന്റെ ഇമ്പ്രൂവ്മെന്റ് ഇപ്പോൾ സാന്തയ്ക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ ഈ പ്രാവശ്യമുണ്ട്. ഞങ്ങൾ തീർച്ചയായും വികാരിയെ അതിന് അഭിനന്ദിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. കൊച്ചമ്മയെ കുറിച്ചാണ് ചോദിക്കുന്നത്. കൊച്ചമ്മയെ കുറിച്ച് നല്ല രണ്ട് വാക്കുകൾ കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്കൊരു സംശയമുണ്ട്. കുമാരി കൊച്ചമ്മ അച്ഛനെ വിട്ടുപോകത്തില്ല, എപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ നിൽക്കും. എന്താണെന്നൊരു സംശയമുണ്ട്. എപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ കുമാരി കൊച്ചമ്മയുണ്ട്. അപ്പോൾ അച്ഛനെ കൊച്ചമ്മ ശരിക്കും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചമ്മ ഈ പള്ളിയിലെ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ കൊച്ചമ്മ തിരക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട്. അടുത്ത ചോദ്യം. നമുക്കിവിടെ സന്നിധനല്ലാത്ത ട്രഷററെ കുറിച്ചാണ് ചോദിക്കുന്നത്. ട്രഷററെ കുറിച്ച് എന്തു പറ്റിയെന്ന്, കഴിഞ്ഞ വർഷം നല്ലതായിട്ട് വന്ന ട്രഷററെ ഇപ്രാവശ്യം എന്തോ പറ്റിയെന്നാണ് ചോദിക്കുന്നത്. ട്രഷറർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സാൻഡിസ്റ്റോം കഴിഞ്ഞതിന് ശേഷം ട്രഷറർ ട്രിപ്പ് എടുത്തു. പല സ്ഥലങ്ങളിലും ട്രഷറർ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ പലയിടത്തെയും ചിക്കൻ മോശമായിട്ടാണ് കണ്ടത്. അപ്പോൾ ട്രഷറർ കഴിയുന്ന പിന്നെ കെൻഡക്കി പോയിട്ട് കെൻഡക്കി ചിക്കൻ തന്നെ കഴിക്കാമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ട്രഷറർ ക്രിസ്മസിന് ഇവിടെ വരാതെ നേരെ കെൻഡക്കി ചിക്കൻ കഴിക്കാൻ കെൻഡക്കിയിൽ പോയത്. ഈ തവണ വളരെ മോശമായി പോയി. നമ്മുടെ സെക്രട്ടറി സാജു ചാനെ കുറിച്ചാണ് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്കറിയാം എന്തുവാണ്. സെക്രട്ടറി ഇടയ്ക്ക് സാന്റ ഇവിടെ ഒന്ന് മിന്നി പറഞ്ഞു പോയെന്നാണ് പറയുന്നത്. അത് ഇവിടെ നീ കരോളിൽ ഇറങ്ങിയ സമയത്താണ് സാധാരണ ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് പോയി. ആ വൈസ്റ്റോൺ ഏരിയയിലൊക്കെ ഒന്ന് പോയി. വൈസ്റ്റോൺ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സെക്രട്ടറി ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ സെക്രട്ടറിയും മിനി ചേച്ചിയും സിപ്പിലൊക്കെ തിരക്കില്ല. എല്ലാ ശനിയാഴ്ച ഉച്ചയാകുമ്പോൾ സായിച്ചാനെ പറഞ്ഞു എവിടെയെങ്കിലും കടകൾ സിപ്ലോ കണ്ടെങ്കിൽ പെട്ടെന്ന് സിപ്ലോ മേടിച്ചു.
അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ സിപ്ലോക്ക് നേരത്തെ ക്രിസ്മസിന് മുമ്പ് നവംബർ 1 ആകുമ്പോഴത്തേക്ക് കുറെ സിപ്ലോക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്യിപ്പിക്കാം. അടുത്ത ചോദ്യം വളരെ നല്ലൊരു ചോദ്യം പ്രതീക്ഷിച്ചു. ഇത്രയും നേരം എല്ലാരെയും കളിയാക്കുമായിരുന്നു. സാന്ത നല്ലൊരു ചോദ്യം. ഓ ജോളി ആന്റിക്ക് എന്തോ പറ്റിയെന്ന്. ജോളി ആന്റിയെ കുറിച്ച് നമ്മുടെ ഹെഡ്മിസ്ട്രസ് ആയ ജോളി ആന്റിയെ കുറിച്ചാണ്. ജോളി ആന്റി ഒത്തിരി പതുക്കെ സാവധാനമാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ പല കാര്യങ്ങളും ചെയ്തു. അതിനെ കുറിച്ചൊന്നും അഭിപ്രായം. ജോളിയാന്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും ജോളിയാന്റിയെ കാണത്തില്ല. ഇറങ്ങി വരുമ്പോഴൊന്നും ജോളിയാന്റിയെ കാണത്തില്ല. എവിടെങ്കിലും ഇങ്ങനെ പതുങ്ങിയിരിക്കും. പക്ഷെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ സൺഡേ സ്കൂളിലെ മത്സരത്തിന് പോയി കഴിഞ്ഞാലും പിള്ളേരെല്ലാം ഫസ്റ്റാ. ഇവിടെ ക്രിസ്മസ് പരിപാടി വന്നു കഴിഞ്ഞാലും ഇവിടെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. സോ ജോളിയാന്റി ഇങ്ങനെ ചെറുകെ ഇങ്ങനെ പതുങ്ങിയിരിക്കും. പക്ഷെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. എന്ന് പറയും പോലീസുകാരുണ്ടാവും. ക്രിസ്മസ് കരോൾ കോർഡിനേറ്റേഴ്സ് ആയ ബോബി ഐസക്കും ലിസി ആന്റിയും കൂടെ ചോദിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഈ വർഷം ഞങ്ങളുടെ ക്രിസ്മസ് കരോൾ കോർഡിനേറ്റേഴ്സ് ബോബി ആന്റിയും ലിസി ചേച്ചിയുമായിരുന്നു. അവർക്ക് ഈ വർഷം ഒരു ടാർഗറ്റ് ഉണ്ട്. ഞങ്ങൾ ഈ വർഷം $20,000 പള്ളിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷെ ഈ വർഷം നല്ലൊരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. ഈ വർഷം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് $11,000 കളക്ട് ചെയ്യാൻ പറ്റി. അത് നല്ലൊരു സംഭവമാണ്. പള്ളിക്ക് വളരെ ഒരു മുതൽക്കൂട്ടായ കാര്യമാണ്. നല്ലൊരു എമൗണ്ട് ഈ വർഷം കളക്ട് ചെയ്യാൻ പറ്റി. അതിലെല്ലാവരുടെയും സഹകരണമുണ്ട്. അടുത്ത വർഷത്തേക്ക് സാന്റ വല്ലതും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടോ? അവിടുന്ന് പബ്ലിക്കായിട്ട് ചോദിക്കുന്നു. Nosotros vemos. അത് ഒരു കുഴപ്പമില്ല. ഇതേ ആരോഗ്യത്തിന് ഇതേ രീതിയിൽ തിരിച്ചു വരും. എല്ലാവർക്കും നല്ല രീതിയിൽ പുതുവത്സര ക്രിസ്മസ് ആശംസകൾ നേർന്നിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും ഞങ്ങളുടെ പള്ളിയിലെ റെപ്രസെന്റേറ്റീവായിട്ട് സിബുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. സിബു അത് ശരിക്കും പറഞ്ഞത്. മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതെല്ലാം സാന്ത്വനം മതിയായി. നിങ്ങളെ കൊണ്ട് ഒത്തിരി സന്തോഷമായി. നിങ്ങൾ എല്ലാം. പക്ഷെ സാന്റയുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ക്രിസ്മസ് പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ കൂടി ഒരു ക്രിസ്മസ് പാട്ട് പാടുന്നതായിരിക്കും. അതിൽ സാന്റയുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. Nosotros vamos a nosotros vamos como se llama. പാട്ട് പാടാൻ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് see you next year. Come on, Carol.